നമസ്കാരം. മുസ്ലിം ലീഗ് അധ്യക്ഷൻ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ അപകീർത്തിപ്പെടുത്തുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടയാളെ പോലീസ് തിരിച്ചറിഞ്ഞു. പെരിന്തൽമണ്ണ സ്വദേശിയായ കാപ്പ കേസ് പ്രതി മുഹമ്മദ് റോഷനാണ് പോസ്റ്റിന് പിന്നിലെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ദൃശ്യങ്ങൾ കാണിച്ച് 15 കോടി രൂപ ആവശ്യപ്പെട്ടുവെന്നും ഇത് നൽകാതായതോടെയാണ് ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതെന്നുമാണ് പോലീസ് പറയുന്നത്. നിലവിൽ പ്രതി ഒളിവിലെന്നാണ് പോലീസ് വ്യക്തമാക്കിയിട്ടുള്ളത്. ജനുവരി 31-നാണ് പ്രതി പണം ആവശ്യപ്പെട്ട് ഭീഷണി മുഴക്കിയതെന്ന് പെരിന്തൽമണ്ണ പോലീസ് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിൽ പറയുന്നു. മൊയ്ൻ അലി തങ്ങളെ അവ്യക്തമായ ചില ദൃശ്യങ്ങളും ഫോട്ടോകളും കാണിച്ച് പ്രതി ഭീഷണിപ്പെടുത്തുകയും 15 കോടി രൂപ ആവശ്യപ്പെടുകയും ചെയ്തു. ഇത് നൽകാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് വ്യാജ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആരോപണം ഉന്നയിക്കുകയായിരുന്നുവെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ സൈബർ പോലീസാണ് ആദ്യം കേസെടുത്ത് അന്വേഷണം നടത്തിയത്. ആരോപണം ഉന്നയിക്കപ്പെട്ടതിന് പിന്നാലെ സാദിഖ് അലി തങ്ങൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. ഈ പരാതിയിലാണ് പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത്. കാപ്പ കേസ് പ്രതിയായ റോഷൻ ഇപ്പോൾ ഒളിവിലാണ്. ഇയാൾക്കായി അന്വേഷണം നടത്തിവരികയാണെന്ന് പോലീസ് വ്യക്തമാക്കി. വ്യാജ ദൃശ്യങ്ങൾ കാണിച്ച് സാദിഖ് അലി തങ്ങളുടെ ബന്ധുവിനോട് 15 കോടി രൂപ ആവശ്യപ്പെട്ടു. ഇത് നിരസിച്ചതോടെയാണ് വ്യാജ FB അക്കൗണ്ട് ഉണ്ടാക്കി തങ്ങളെ അപകീർത്തിപ്പെടുത്തിയത്. മൊയ്ൻ അലി തങ്ങളെയാണ് മുഹമ്മദ് റോഷൻ പണത്തിനായി സമീപിച്ചത്. റോഷൻ പെരിന്തൽമണ്ണ സ്വദേശിയാണെന്നും വ്യക്തമായിട്ടുണ്ട്. ഇടനിലക്കാരൻ വഴിയായിരുന്നു ഭീഷണി. റോഷനാണ് ഭീഷണിക്ക് പിന്നിലെങ്കിലും ഇയാൾ തന്നെയാണോ വിവാദ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതെന്നത് വ്യക്തമായിട്ടില്ല. ഇക്കാര്യത്തിൽ IP അഡ്രസ് ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവ് കിട്ടേണ്ടതുണ്ടെന്ന് സൈബർ പോലീസ് വ്യക്തമാക്കി. പ്രതിയെ തിരിച്ചറിഞ്ഞുവെങ്കിലും പിടികൂടാനായിട്ടില്ല. ഇയാൾ ഒളിവിലാണെന്നും വൈകാതെ പിടികൂടുമെന്നുമാണ് പോലീസ് അറിയിക്കുന്നത്. ഷാനു എന്ന ഫേസ്ബുക്ക് പ്രൊഫൈലിലായിരുന്നു ആദ്യം പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത്. മുസ്ലിം ലീഗ് നൽകിയ പരാതിയിൽ സൈബർ ക്രൈം പോലീസ് കേസെടുത്തതിന് പിന്നാലെ ഈ അക്കൗണ്ട് അപ്രത്യക്ഷമായി. തുടർന്നാണ് സാദിഖ് അലി തങ്ങളുടെ വ്യാജ ചിത്രങ്ങൾ കാട്ടി ബന്ധുവായ തന്നെ കാപ്പ കേസ് പ്രതി മുഹമ്മദ് റോഷൻ ഭീഷണിപ്പെടുത്തിയിരുന്നതെന്ന് കാണിച്ച് മൊയ്ൻ അലി തങ്ങൾ മലപ്പുറം SP-ക്ക് പരാതി നൽകുകയായിരുന്നു. ഈ പരാതിയിലാണ് പെരിന്തൽമണ്ണ പോലീസിന് മുഹമ്മദ് റോഷനെതിരെ കേസെടുത്തിരിക്കുന്നത്. ജനുവരി 31-ന് മൊയ്ൻ അലി തങ്ങളെയും സുഹൃത്തിനെയും പ്രതി പെരിന്തൽമണ്ണയിലെ ഷോപ്പിംഗ് മാളിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നുവെന്ന് പോലീസ് പറയുന്നുണ്ട്. സാദിഖ് അലി തങ്ങളുടെ ചില അവ്യക്തമായ ചിത്രങ്ങൾ കാട്ടി ഇത് മോശം രീതിയിൽ പ്രചരിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. ഇല്ലെങ്കിൽ 15 കോടി തരണമെന്നുമായിരുന്നു ആവശ്യം. ഈ കാര്യത്തെക്കുറിച്ച് പരാതി നൽകിയാൽ വധിക്കുമെന്നും ഭീഷണി മുഴക്കി. പണം നൽകുവാൻ തയ്യാറാകാതെ വന്നതോടെ വ്യാജ ഫേസ്ബുക്ക് അക്കൗണ്ട് ഉണ്ടാക്കി ഇയാൾ തന്നെ സാദിഖ് അലി തങ്ങൾക്കെതിരെ അധിക്ഷേപ പോസ്റ്റ് ഇടുകയായിരുന്നുവെന്നാണ് പോലീസ് കരുതുന്നത്. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്താൽ മാത്രമേ ഇത് സംബന്ധിച്ച കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുമെന്ന് പോലീസ് വ്യക്തമാക്കി. ഇയാൾക്കെതിരെ കലാപശ്രമം, ഭീഷണിപ്പെടുത്തൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. നിരവധി കേസുകളിൽ ഇയാൾ പ്രതിയാണെന്ന് പോലീസ് പറഞ്ഞു. പാണക്കാട് തങ്ങൾക്കെതിരെയുള്ള അതിക്രമത്തിന് തന്നെ നാൾ വഴി നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിലും പോസ്റ്റ് പങ്കുവച്ചിരുന്നു. 1. സൈബർ ക്രിമികൾ 2 ദിവസമായി 1000 പള്ളികളുടെ ഖാളികളുടെ 1000 പാട്ടുകൾ ഉടൻ വിപണിയിലെന്ന സൈബർ സ്പേസിൽ പ്രചരണം നടത്തുന്നു. പ്രത്യേകം ശ്രദ്ധിക്കണം. UDF-നെ മാത്രമല്ല ഒരു മതത്തെ കൂടി അധിക്ഷേപിക്കുക എന്ന CPM-ന്റെ സമകാലിക നയത്തിന്റെ ഭാഗമായാണ് ഖാളി എന്ന വാക്ക് ഉൾക്കൊള്ളിച്ചത്. 2. ഷാനു എന്നൊരു ഫേക്ക് ID പുതുതായി സൃഷ്ടിച്ചു. ഡീപ് ഫേക്കിലൂടെ സൃഷ്ടിച്ച തങ്ങളുടെ ഒരു മോർഫ് ചിത്രം വെച്ച് ഹീന പ്രചാരണം നടത്തുന്നു. 3. പാണക്കാട്ടേക്ക് സഹായവും ചോദിച്ചെത്തുന്ന ഒരു മനുഷ്യനെ പോലെ നിരാശയോടെ മടങ്ങേണ്ടി വന്നിട്ടില്ല എന്നുള്ളത് ശിഹാബ് തങ്ങളിലൂടെയും ഹൈദരാലി തങ്ങളിലൂടെയും തെളിയിക്കപ്പെടുകയും അത് സാദിഖ് അലി തങ്ങളിലൂടെയും മുനവർ അലി തങ്ങളിലൂടെയും തുടർന്നു പോവുകയും ചെയ്യുന്ന പാരമ്പര്യമാണ്. ആ പാരമ്പര്യത്തെ തന്നെ ഭയന്നാണ് സഹായം ചോദിച്ചെത്തിയ ഒരു യുവതിയോട് തങ്ങൾ അശ്ലീല സന്ദേശം അയച്ചു എന്ന് ഡിസ്ക്രെഡിറ്റ് ചെയ്യാൻ ശ്രമിച്ചത്. 4. ആ ഫേക്ക് അക്കൗണ്ട് ആകെ ഫോളോ ചെയ്തത് ശ്രീ KT ജലീലിനെ വാഴ്ത്താനായി ഇറങ്ങിയേക്കുന്ന ഒരു സൈബർ ക്രിമി. അതിന്റെ അപകടം മണത്താണ് ലീഗിനെയും പാണക്കാട് കുടുംബത്തെയും അടച്ചാക്ഷേപിക്കുന്ന ജലീൽ പെട്ടെന്ന് ശ്രീ സാദിഖ് അലി തങ്ങൾക്ക് അനുകൂലമായി പോസ്റ്റ് ഇട്ടത്. അതും അന്വേഷിക്കണം. പോസ്റ്റ് വന്ന മിനിറ്റുകൾ വെച്ച് CPM ഫേക്ക് പേജുകൾ തങ്ങൾക്കെതിരെ ആക്ഷേപം അഴിച്ചുവിടുന്നു. ജനൻ TV അത് വാർത്തയാക്കുന്നു. 6. UDF വളരെ വേഗം തന്നെ നിയമ നടപടികളിലേക്ക് കടക്കുന്നു. ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അത് അറിയിക്കുന്നു. ആ ഫേക്ക് ID മുക്കുന്നു ക്രിമികൾ. ഈ വിഷയത്തിൽ ശ്രീ വിജയൻ ആഭ്യന്തരമന്ത്രി ആയിരിക്കുമ്പോൾ കൃത്യമായ അന്വേഷണം നടക്കില്ല എന്ന് ഉറപ്പ്. എന്നാൽ 1.5 മാസം കഴിഞ്ഞ് ജനങ്ങളുടെ സർക്കാർ വരുമ്പോൾ ഇതിന് പിന്നിൽ പ്രവർത്തിച്ച സകല ക്രിമികളെയും കണ്ടെത്തുകയും ആ ക്രിമികളെ കൈകാര്യം ചെയ്യുകയും ചെയ്യണം. സൈബർ ക്രിമികളോട് പറയുന്നു, ഇതൊരു നല്ല ടൂളല്ല. വ്യക്തി ജീവിതം ഓഡിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഞങ്ങൾ ഇറങ്ങിയാൽ ഫേക്കൊന്നും വേണ്ടിവരില്ല. MLA ആയ മുൻ മന്ത്രിയുടെയും ക്രിമികളുടെ 1 ഡസൻ നേതാക്കളുടെയും ഒക്കെ ഇതുവരെ പുറത്തു വരാത്ത യഥാർത്ഥ കഥകൾ നാട്ടുകാർ അറിയും. കാളയുമായി വന്നവന്റെ തെളിവുകൾ പുറത്തുവിട്ടാൽ അവനും ജനൻ TVയും താങ്ങൂല.
രാഷ്ട്രീയം തന്നെ പറഞ്ഞ് ജയിക്കുന്നതാണ് ഞങ്ങളുടെ ശൈലി എന്നുള്ളതുകൊണ്ടും സദാചാര പോലീസിംഗിന് ശീലമില്ലാത്തതുകൊണ്ടും വിട്ടുകളയുന്നതാണ്, നിർത്തുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ഞങ്ങൾ താങ്ങാൻ നിങ്ങളെ കൊണ്ട് ആകൂല എന്നായിരുന്നു ആ പോസ്റ്റ്.